ഒളിമ്പിക് ഫൈനലിൽ അയോഗ്യയായതിനു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം. സ്വപ്നം തകർന്നു, ഞാൻ അശക്തയായി എന്നാണ് വൈകാരികമായ കുറിപ്പ്. 100 ഗ്രാമിന് 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയേക്കാൾ ഭാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് വിനേഷ് ഫോഗട്ട് അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത്. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും തകർന്നു, ഞാൻ അശക്തിയായിരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളെങ്കിലും അതിന് പിന്നിലുള്ള വേദന എത്രത്തോളമുണ്ടെന്ന് ആർക്കും വിവരിക്കാനാകില്ല. 2001 മുതൽ പ്രാണനെ പോലെ കൊണ്ടു നടന്ന കരിയർ, കോമൺവെൽത്ത് ഗെയിംസ് മുതൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വരെ മിന്നും പ്രകടനങ്ങൾ നടത്തി മെഡലുകൾ വാരിക്കൂട്ടിയ വിനേഷ് പാരീസിലേക്ക് തിരിച്ചത് 2 തവണ തന്നെ കൈവിട്ടുപോയ ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കാനാണ്. ഫൈനൽ വരെ പോരാടി. പക്ഷേ ഫൈനലിലെ അയോഗ്യത ഗോദയിൽ ഫോഗട്ടിന്റെ കണ്ണീർ വീഴ്ത്തി. ഒളിമ്പിക്സ് മെഡലോടെ വിരമിക്കാമെന്ന് താരം കണക്ക് കൂട്ടിയിട്ടുണ്ടാകാം. പക്ഷെ എല്ലാം തെറ്റി. ഇനിയൊരു ഒളിമ്പിക്സിന് തന്റെ ശരീരം പാകപ്പെടില്ല എന്ന ചിന്തയാകാം ഈ 29-കാരിയെ ഇത്ര കടുത്ത തീരുമാനമെടുക്കാൻ നിർബന്ധിച്ചത്. വിശ്രമത്തിലായിരിക്കെ പുറത്തുവന്ന ചിത്രങ്ങളിലെല്ലാം വേദനകൾക്കിടയിലും അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചുവരുമെന്ന് രാജ്യം മുഴുവൻ പ്രതീക്ഷിച്ചു, പ്രാർത്ഥിച്ചു, പിന്തുണച്ചു. പക്ഷേ ഈ വേദനയിൽ നിന്ന് കരകയറാൻ ഫോഗട്ടിന്റെ മനസ്സ് ഇനിയും പാകപ്പെടേണ്ടിയിരിക്കുന്നു. ഫോഗട്ടിന്റെ വിരമിക്കൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ താരത്തെ പിന്തുണച്ചും സാന്ത്വനിപ്പിച്ചും നിരവധി പേർ രംഗത്തെത്തി. ഫോഗട്ട് തോറ്റതല്ല, തോൽപ്പിച്ചതാണെന്ന് സഹതാരം ബജ്രംഗ് പൂനിയ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. ഫൈനൽ വരെ മിന്നും പ്രകടനം കാഴ്ചവെച്ച താരത്തിന് വെള്ളി മെഡൽ നൽകണമെന്ന് ജോർദാൻ ബുറോസ് അടക്കമുള്ള കായിക താരങ്ങൾ ആവശ്യപ്പെട്ടു. ഒളിമ്പിക്സ് ഡെസ്ക്, മീഡിയ 1.